1991-92 കാലഘട്ടത്തിൽ സിംഗപ്പൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പാമോലിൻ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ ഉണ്ടാക്കിയ സ്വാധീനം ഇന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അന്നത്തെ സർക്കാർ തീരുമാനം തെറ്റ് എന്ന് പറയുമ്പോൾ ബ്യൂറോക്രാറ്റിക് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ വരുത്തുന്ന മാറ്റങ്ങൾ എന്ത്? പാമോലിൻ ഇറക്കുമതി സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ താൻ അന്നു തന്നെ തീരുമാനത്തോട് വിയോജിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ തനിക്കത് അംഗീകരിക്കേണ്ടി വരികയായിരുന്നുവെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിലായിരുന്നു ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ തുറന്നു പറച്ചിൽ. പാമോലിൻ ഇറക്കുമതി ചെയ്യാനുള്ള കെ കരുണാകരൻ മന്ത്രിസഭയുടെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായിരുന്ന താൻ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കേണ്ടി വന്നുവെന്നും ജിജി തോംസൺ വ്യക്തമാക്കി. ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്തു, ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിനെതിരെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. എൻ്റെ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ വേറൊരു ടെൻഡർ വിളിക്കാതെയാണ് ചെയ്യുന്നത്. സിൻസ് ഗവൺമെൻറ് ഓഫ് കേരള ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ടു ഇമ്പോർട്ട് 15,000 tons of palmolin from Malaysia, I am left with no other option but to execute this deal എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റ് ടു മൈസെൽഫ് ഐ വിൽ സേ ഇറ്റ് വാസ് റോങ്. പക്ഷേ എനിക്ക് ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. പാമോലിൻ ഇറക്കുമതിയിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ പ്രതി എന്ന പേരിൽ 25 വർഷമായി താൻ കുരിശു ചുമക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാമോലിൻ ഇടപാടിൽ യാതൊരു അഴിമതിയുമില്ലെന്ന് വാദിക്കുന്ന ഉമ്മൻചാണ്ടി ജിജി തോംസന്റെ വെളിപ്പെടുത്തലിന് മറുപടി പറയണമെന്ന് ഡോക്ടർ തോമസ് ഐസക് MLA പറഞ്ഞു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച പാമോലിൻ കേസിലെ പ്രതിയുടെ തന്നെ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ ജിജി തോംസന്റെ വാക്കുകൾ നിർണായകമാണ്. ഇതോടെ പാമോലിൻ കുംഭകോണവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എന്നാൽ ജിജി തോംസന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ രംഗത്തെത്തി. ഇദ്ദേഹത്തിന്റെ പ്രസ്താവന അവാസ്തവമെന്നും കരുണാകരൻ ജീവിച്ചിരിക്കാത്ത ധൈര്യത്തിലാണ് ചീഫ് സെക്രട്ടറി ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നതെന്നും ആരാണിതിന് പിന്നിലെന്ന് അറിയാമെന്നും പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. അദ്ദേഹം മരിച്ച് 4 കൊല്ലമായിട്ടും അദ്ദേഹത്തിനെ വിടാൻ ഇവർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോടൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എൻ്റെ പിതാവിനെ വെറുതെ വിടുക. പിന്നെ ഇപ്പം ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ നേതാക്കളിൽ ആരെങ്കിലും ഒരാളെ പറ്റി പറയാൻ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുക. കാരണം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഇതിൽ. ഇപ്പം ജീവിച്ചിരിക്കുന്ന പല നേതാക്കളും ഇതിലുണ്ടായിരുന്നു അല്ലേ പേര്. മരിച്ചുപോയ എൻ്റെ അച്ഛനെ മാത്രം എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ക്രൂശിക്കുന്നത്? പിന്നെ ഇങ്ങനെ വായിൽ തോന്നിയത് പറയാനാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കൂച്ചുവിലങ്ങടേണ്ടത് അത്യാവശ്യമാണ്. ജോലിയിലിരിക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇങ്ങനെ പെരുമാറിയ കാലമുണ്ടായിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പലരും ഇപ്പോൾ തോന്നുന്നത് പറയുകയാണ്. ഇവരെ നിലക്ക് നിർത്താനുള്ള ബാധ്യത സർക്കാരിനാണ്. മുൻ മുഖ്യമന്ത്രിയെ പരാമർശിച്ചതിന് ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടി വരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല. ആ ധൈര്യം ജിജി തോംസണുമുണ്ട്. ഇതെല്ലാം മനസ്സിലാകാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കരുണാകരനെതിരെ പറഞ്ഞതിന് മറുപടി പറയാൻ മക്കൾ തന്നെ വരേണ്ടി വന്നത് തങ്ങളുടെ ഗതികേടാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, അതാണ് ഞങ്ങളുടെ ഒരു ഗതികേടായിട്ട് ഞങ്ങളിപ്പോൾ കാണുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരും ഈ സത്യം അറിയാവുന്നവർ തുറന്നു പറയണം. ഇപ്പോൾ ഈ കേസിൽ പലരുടെ പേരുകളും വന്നിട്ടുണ്ട്. പക്ഷെ അവരൊന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അവർക്കെതിരെ എന്താ ഇദ്ദേഹം ഒന്നും മിണ്ടാത്തത്? ഉദ്യോഗസ്ഥർക്ക് വരെ അധിക്ഷേപിക്കാവുന്ന നിലയിലേക്ക് കരുണാകരനെ തരം താഴ്ത്തിയാൽ പല സത്യങ്ങളും തനിക്ക് വിളിച്ചു പറയേണ്ടി വരുമെന്നും പാർട്ടി പ്രവർത്തകയായതുകൊണ്ട് മാത്രമാണ് ഇതുവരെ അതിന് മുതിരാത്തതെന്നും പത്മജ വ്യക്തമാക്കി. ഡാനി പോൾ, കൊച്ചി. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ D. സുഗതൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ P. രാജൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, K. മുരളീധരൻ, ഡോക്ടർ തോമസ് ഐസക് എന്നിവരെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം P. രാജനിലേക്ക്. ശ്രീ P. രാജൻ, 1991-92 കാലഘട്ടത്തിലെ ഒരു ഇറക്കുമതി സംഭവം, അതാണ് പാമോലിൻ കേസ്. അത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും സജീവ ചർച്ചയാകുമ്പോൾ ബ്യൂറോക്രസിയും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പ്, ഇന്ന് ജിജി തോംസൺ പറഞ്ഞതനുസരിച്ച് എനിക്ക് പരിമിതികളുണ്ട്, തീരുമാനമെടുക്കാതെ നിർവാഹമില്ല, താൻ അതിൽ പെടുമ്പോൾ തന്നെ എന്തിന് പ്രതിയാക്കി എന്നുള്ള ചോദ്യം അദ്ദേഹം വളരെ നാൾ സജീവമായി ചോദിച്ചതാണ്. ഇവിടെ പ്രസക്തം രാഷ്ട്രീയവും ബ്യൂറോക്രസിയും തമ്മിലുള്ള തീരുമാനത്തിൽ രാഷ്ട്രീയത്തിന്റെ കൊള്ളരുതായ്മകൾ, ആ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ബ്യൂറോക്രാറ്റുകൾ സ്വാഭാവികമായും ഇടപെടുമ്പോൾ ഒരു രാഷ്ട്രീയ ധാർമ്മികത അവിടെ കെ കരുണാകരന് നഷ്ടപ്പെട്ടോ? ആ ചോദ്യമായിരിക്കും ഏറ്റവും പ്രസക്തം. ആ പേരും കെ കരുണാകരൻ.
ഇത് ക്യാബിനറ്റ് തീരുമാനമാണെന്ന് ചീഫ് സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്യാബിനറ്റിന് ചില അടിയന്തര ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരും. ടെൻഡർ വിളിക്കാതെ തന്നെ ചില സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരാം. ഉദാഹരണത്തിന് അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ ചിലപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പൈപ്പിൻ്റെയൊക്കെ കേസിൽ പണ്ട് നിയമസഭയിൽ പറയുന്നത്. ഇത് ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ഒത്തുകളിക്കുകയും വിവരമില്ലാത്ത ചില പ്രതിപക്ഷക്കാർ അത് അവർക്ക് വേണ്ടി തന്നെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നം തീരുമാനിക്കേണ്ടതാണെന്ന് പറയുകയും അങ്ങനെ തന്നെ മന്ത്രി പറയുകയും പിന്നെ അതിനനുസരിച്ച് ഇറക്കുമതി ചെയ്യുകയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ജിജി തോംസൺ പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. 21 കൊല്ലമായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥനെ പ്രതിയായിട്ട്, അതുപോലെ തന്നെ മുസ്തഫയും, അന്നത്തെ മന്ത്രിയായിരുന്ന മുസ്തഫയും ഈ കേസിൽ പ്രതിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇത് കേസുള്ള കാര്യമല്ല എന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് കോടതി വഴിയുള്ള ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ലാതെ വൈകാരികമായൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജിജി തോംസൺ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത്, പക്ഷേ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന്. ഒരു ഉദ്യോഗസ്ഥൻ സ്വല്പം സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ പല ഉദ്യോഗസ്ഥന്മാരെങ്ങനെ എഴുതിയിടുന്നില്ല, മന്ത്രിമാർ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പ്രതിയാക്കുന്നതിൽ വലിയ ന്യായമില്ലായിരുന്നു. പ്രത്യേകിച്ച് കോൺസ്പിറസി പോലെ ഗൂഢാലോചനയിൽ ഇത്രയും കാലം ഒരു IAS ഉദ്യോഗസ്ഥനെ പ്രതിയാക്കുന്നത് വലിയ കാര്യമല്ല. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനും ഇടയാക്കുന്നുണ്ട്. ഒരു ക്യാബിനറ്റ് തീരുമാനമാണ്. ഈ ക്യാബിനറ്റ് തീരുമാനത്തിനെ ഓവർ റൂൾ ചെയ്യാൻ ചീഫ് സെക്രട്ടറിക്കായാലും അധികാരമൊന്നുമില്ല. കാരണം അടിയന്തര ഘട്ടങ്ങളിൽ തീരുമാനം അടിക്കുമ്പോൾ ചിലപ്പോൾ ചട്ടം നോക്കിയിട്ടല്ല. EMS കള്ളൻ എന്ന് വിളിച്ചോടുന്ന പോക്കറ്റ് അടിക്കാരൻ എന്ന് പറഞ്ഞ് 67 ഒരു ലഘുലേഖ എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ അഴിമതിയെപ്പറ്റി അത് തടയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വായിക്കേണ്ട ഒരു കാര്യമാണ്. ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിൽ, ഇത് രാഷ്ട്രീയ തലത്തിൽ എടുത്തൊരു തീരുമാനം തന്നെ വെച്ചോളൂ. മുഖ്യമന്ത്രി അതിൻ്റെ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയും പ്രതിയായിരുന്നല്ലോ. പിന്നെ പത്മജ വികാരപരമായിട്ടാണ് അത് ഒരു പ്രതികരണം നടത്തിയെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ആവശ്യമില്ല. ഇത് ചീഫ് സെക്രട്ടറി അങ്ങനെ പറഞ്ഞതുകൊണ്ട് കരുണാകരൻ എന്ത് കുറ്റം വരാനാണ്? ഉമ്മൻചാണ്ടിക്കും കുറ്റം വരില്ല, ഉമ്മൻചാണ്ടിയും പ്രതിയല്ലേ, അതുപോലെ തന്നെ മുസ്തഫയും പ്രതിയല്ലേ. അപ്പോൾ അത് ഒരു തർക്കമല്ല. പക്ഷേ നമ്മൾ ഈ സിസ്റ്റത്തെയാണ് എതിർക്കേണ്ടത്. ഒരു അടിയന്തര ഘട്ടത്തിൽ ക്യാബിനറ്റ് തീരുമാനമെടുക്കുമ്പോൾ അത് ചിലപ്പോൾ ടെൻഡർ വിളിക്കാതെ എടുക്കേണ്ടി വരും. അത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യമാണ്. ഇത് ഞാൻ ഓർക്കുന്നത് 1991 ഡിസംബർ 28 കേരളത്തിലൊക്കെയാണ് കേരള കൗമുദിയിൽ ആദ്യമായിട്ട് 5 കോടി കമ്മീഷൻ എന്നും പറഞ്ഞ് വാർത്ത വന്നു. പിന്നെ അത് തെളിയിക്കാൻ വേണ്ടി വേറെ ഒരു എക്സ്പോർട്ടറുടെ ഒരു കത്ത് ഹാജരാക്കി. മിക്കവാറും ടെൻഡർ കിട്ടാത്തോ ഈ കച്ചവടം നടത്താൻ താല്പര്യം നടത്തിയിട്ട് ആഗ്രഹം സാധിക്കാത്തതുകൊണ്ട് ഒക്കെ പത്രങ്ങൾക്ക് കൊടുത്ത വാർത്തയാകാം. പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. സർക്കാരിന് ഒഴിവാക്കാവുന്ന നഷ്ടം വരുത്തി തുടങ്ങിയ ചില അഴിമതികൾ വരുന്നതാണ്. ബംഗാളിൽ ആ കാലത്ത് ഇറക്കുമതി ചെയ്ത പാം ഓയിലിനേക്കാൾ വില കുറവായിരുന്നു കേരളത്തിലെ എന്ന യാഥാർത്ഥ്യമുണ്ട്. അതേസമയത്ത് തന്നെ ഈ ഡോളർ വ്യത്യാസത്തിൽ, വില വ്യത്യാസത്തിൽ ഇതിലും കുറച്ച് അഴിമതി നടന്നിട്ടുണ്ട് എന്നും ഒരു വാദമുണ്ട് എന്നുള്ള അല്ലാതെ ജിജി തോംസൻ്റെ പ്രസ്താവനയിൽ ഒരു ശോഭിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. കൂടുതലായി എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം അദ്ദേഹം നടത്തുന്നതായിട്ടും എനിക്ക് തോന്നുന്നില്ല. യെസ്, അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങളുടെ രാഷ്ട്രീയ വശം, അവിടെ മുഖ്യമന്ത്രിയാണെങ്കിൽ ക്യാബിനറ്റിന്റെ കളക്റ്റീവ് ഡിസിഷൻ ആണെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് സംവിധാനത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഡി സുഗതനിലേക്ക് വരും മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ പി രാജൻ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് കെ കരുണാകരന്റെ പേര് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ചീഫ് സെക്രട്ടറി പറയുന്നു, എനിക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അതൊരു രാഷ്ട്രീയ തീരുമാനം. ക്യാബിനറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും നാം പോകേണ്ടതും. പത്മജ വേണുഗോപാൽ അതിലൊരു രാഷ്ട്രീയം കാണുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ജിജി തോംസൺ ഇത് പറയുന്നുവെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് തനിക്കറിയാം. ഇത്തരം രാഷ്ട്രീയ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു ബ്യൂറോക്രാറ്റിക് ഇടം, കേരളത്തിന്റെ സിനാരിയോയിൽ തന്നെ ഒരു രാഷ്ട്രീയ ഇടം, ഇത്തരം സംഭവങ്ങളിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം നാം എങ്ങനെ കാണണം? ഗൂഢാലോചന അടക്കമുള്ള വിഷയങ്ങൾ ഒരു വലിയൊരു ക്യാൻവാസാണ് പാമോലിൻ കേസ് എന്ന് പറയുന്നത്. എനിക്കിപ്പം രാജൻ സാർ പറഞ്ഞതുപോലെ വളരെ നിഷ്കളങ്കമായൊന്നും എനിക്കിതിനെ കാണാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു ഇടപാട് നടന്ന സമയത്ത്, വിവാദം നടന്ന സമയത്ത് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് നമ്മൾ മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ അഴിമതിയെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങിയ സമയത്ത് വലിയ ഞെട്ടലുളവാക്കിയ സംഭവമാണ്. ഒരുപക്ഷെ കെ കരുണാകരൻ്റെ രാജൻ കേസുവിന് ശേഷം കെ കരുണാകരനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയ വിഷയം, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ചാരമായി പോയ ചാരക്കേസ് വരുന്നത്. അപ്പോൾ കരുണാകരനെ കേരള രാഷ്ട്രീയത്തിൽ ഒതുക്കുക എന്നുള്ളത് ഇന്നും ഇന്നലെ തുടങ്ങിയായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് മുമ്പും ഉണ്ടായിരുന്ന ഒരു സെൻട്രൽ ട്രാവൻകൂർ ലോബിയുടെ കളി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആ ലോബി ആന്റണിയെ വെച്ച് എങ്ങനെ കളിച്ചതെന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ വളരെ കൃത്യമായി ചാരക്കേസുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആർക്കറിയാം? നമ്മുടെ ഈ പത്മജയ്ക്ക് അറിയാം. പത്മജയുടെ അച്ഛനല്ലേ, അവർ പറയുമ്പോൾ അവർ കുറച്ച് വൈകാരികമായി പറഞ്ഞെന്ന് വെച്ചു. പക്ഷേ ഇതിൽ ഒരു ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഈ രീതിയിൽ കരുണാകരനെ അപമാനിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യം എന്താണ്?
ഇവിടെ കരുണാകരൻ ഇപ്പോൾ എന്താണ് പുതിയ അഴിമതി സരിത കേസിൻ്റെയും അതുപോലെ തന്നെ ബാ കേസും ഒക്കെ വന്ന സമയത്ത് ഉമ്മൻചാണ്ടി എന്ത് ഉളുപ്പില്ലാതെ എന്താ യാതൊരു ഉളുപ്പുമില്ലാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന അഴിമതി വീരനായി മാറിയ സമയത്ത് കരുണാകരൻ വിശുദ്ധനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിശുദ്ധനായെന്ന് ആയിക്കൊണ്ടിരിക്കുന്ന കരുണാകരൻ ഈ ഷേക്സ്പിയറിൻ്റെ നാടകത്തിലെ ഗോസ്റ്റിനെ പോലെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നുണ്ട്. ആ ഒരു പരിസരത്ത് ഉമ്മൻചാണ്ടി എടുക്കുന്ന മറ്റൊരു തന്ത്രമാണ് കരുണാകരനെ കൂടുതൽ ഡാമേജ് ചെയ്യുക. ഈ മൊത്തം ഈ ഉമ്മൻചാണ്ടിയുടെ പേരും ഇതിലുണ്ടല്ലോ. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കൂടുതൽ ഡാമേജ് ഇടാം അയാളുടെ ഒരു പ്രതിച്ഛായ. ഈ ഒരു സംഭവത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ജിജി തോമസിനെ വെച്ച് കളിക്കുകയാണ്. ഇപ്പോൾ ജിജി തോമസിനും ഉമ്മൻചാണ്ടി തമ്മിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഈ ഇപ്പോൾ അഴിമതി ഇല്ലയെന്നൊക്കെ പറയുന്നു നമ്മുടെ ദേശീയ ഗെയിംസ് നടക്കാൻ പറ്റാത്തൊരവസരം വന്ന സമയത്ത് ജിജി തോമസൺ അന്ന് സായിയുടെ ഡയറക്ടർ മറ്റായിരുന്നു. അയാളാണ് ഉപകരണങ്ങൾ കൊണ്ടുകൊടുത്ത് ഉമ്മൻചാണ്ടിയെ സഹായിച്ചത്. അതുമാത്രമല്ല ഇദ്ദേഹം പറയുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോൾ ഈ വന്ന് ഉളുപ്പില്ലാതെ പ്രസ്താവനകൾ നടത്തുന്ന ഈ ചീഫ് സെക്രട്ടറിക്ക് അന്നൊന്നും നാവില്ലായിരുന്നു. ഇയാൾക്ക് അതിനുശേഷം ഡൽഹി പോയതിനു ശേഷം നട്ടൽ വന്നത്. നട്ടലിൻ്റെ കിരൺ ബേദിയൊക്കെ പറയുന്ന പോലെ കിരൺ ബേദി അവരുടെ കരിയർ നോക്കി അന്ന് തൊട്ട് പ്രൊഫഷണൽ ഓഫീസറായിരുന്ന സമയം തൊട്ട് അവസാനം പിരിയുന്നവരെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്തില്ല? അതുകൊണ്ട് ഇപ്പോൾ ഈ തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് ഇയാൾ വരുന്നത് സംശയാസ്പദമാണ്. വളരെ കൃത്യമായി ഇതിന് പിന്നിൽ സെൻട്രൽ ട്രാവൻകൂർ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു കൈ നമുക്ക് കാണാൻ പറ്റും. ഒരു ഇന്നർ പൊളിറ്റിക്സ് ഇതിൽ കാണാൻ പറ്റും. ശ്രീ ഡി സുഗതൻ, ഒരു ഇന്നർ പൊളിറ്റിക്സ് അതാണ് ഫക്രുദ്ദീൻ അലി കാണുന്നത്. ഒരു ഐക്കണായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ 21 വർഷത്തിന് മുമ്പുള്ള ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി മുന്നോട്ട് വന്ന് പറയുകയാണ് അന്നത്തെ തീരുമാനം തെറ്റാണ്, ഞാൻ വെറുതെ ഒരു പപ്പറ്റ് അങ്ങനെ ഇരിക്കുന്നു ചീഫ് സെക്രട്ടറി. അന്ന് അദ്ദേഹം MD ആണ്. ഇത്തരമൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കെ കരുണാകരനെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. മുൻ MLA ആണ്, മുതിർന്ന നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിലെ ഒരു ഇന്നർ പൊളിറ്റിക്സിൽ കെ കരുണാകരൻ വലിച്ചിഴക്കപ്പെടുന്നു. അതിലെ രാഷ്ട്രീയ സംവിധാനം പറയുമ്പോൾ ഒരു ചീഫ് സെക്രട്ടറിയുടെ ഇന്നത്തെ വാക്കുകളെ രാഷ്ട്രീയ സംവിധാനം എങ്ങനെയാണ് കാണേണ്ടത്? ഇന്നത്തെ ജി തോമസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അനൗചിത്യമുണ്ട് അക്കാര്യത്തിലൊക്കെ. അദ്ദേഹം അന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD ആയിരുന്നു. MD ഈസ് നത്തിങ് ബിഫോർ എ ക്യാബിനറ്റ് ഡിസിഷൻ ഇൻഹറന്റ് പവേഴ്സ് വെച്ച് എടുക്കുന്നതാണ്. ആ തീരുമാനം ക്യാബിനറ്റ് തീരുമാനമാണ്. അവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല. അത് തന്നെ തോമസൺ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നയാളാണ്. നാളത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടയാളാണ്. ഇതൊരു ഭരണഘടനാ പ്രശ്നമുണ്ട് ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ റിവ്യൂ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ശരിയല്ലത്. ഈ കാണിക്കുന്നൊന്നും ശരിയല്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ഒരാൾ പങ്കെടുക്കുന്നയാൾ മന്ത്രിസഭാ തീരുമാനത്തെ വെല്ലുവിളിക്കുകയാണ്. ഇതൊരു ഭരണഘടനാ പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ മോട്ടോ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരമൊരു സാഹചര്യത്തിൽ അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട അന്ന് അദ്ദേഹം MD ആണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ. അന്നൊരു തീരുമാനം എടുക്കുന്നു. അതിൽ തൻ്റെ വിയോജനക്കുറിപ്പ് അദ്ദേഹം എഴുതി വെക്കുകയാണ്. എന്നിട്ട് നിലവിൽ ക്യാബിനറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വർഷം ഇങ്ങ് പിന്നിടുകയാണ്. 21 വർഷത്തിന് ശേഷം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തരം സംവിധാനങ്ങളുടെ തുറന്നു പറച്ചിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എത്രമാത്രം പ്രായോഗികമാണ്? ഇന്ന് അദ്ദേഹത്തിന് തോന്നുന്നു എനിക്കത് കുമ്പസരിക്കേണ്ട കാര്യമുണ്ട്. ക്യാബിനറ്റ് ഡിസിഷനെ ചോദ്യം ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനും അവകാശമില്ല. ഇതിൽ മീഡിയ മാനിയാണ് അദ്ദേഹത്തിന് ബാധിച്ചത്. പ്രസ് ക്ലബ്ബിൽ ചെന്നപ്പോൾ അങ്ങ് വിളിച്ചു പറയുകയാണ് മീഡിയ മാനിയാണ് ഇതൊക്കെ. ഒരു ക്യാബിനറ്റ് ഡിസിഷനെ ചോദ്യം ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനും ചീഫ് സെക്രട്ടറിക്ക് പോലും അധികാരമില്ല. പറയുന്നത് അറ്റൻഡ് ചെയ്യാനാണ് തെറ്റായ നടപടിയാണിത്. മന്ത്രിമാരെ സംബന്ധിച്ചുള്ള അവർക്ക് സീക്രസി ഓത്ത് ഓഫ് സീക്രസി ഉണ്ട്. അവർ പുറത്ത് പറയാൻ പറ്റില്ല. ഈ IASകാർക്ക് അതില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ റിവ്യൂ ആവശ്യമുണ്ട് ഈ നടപടിയിൽ. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ശ്രീ ഡി സുഗതൻ, ഒരു സർക്കാർ സംവിധാനത്തിൽ നമുക്കറിയാം ഫക്രുദ്ദീൻ അലി ചൂണ്ടിക്കാണിച്ചതനുസരിച്ചായിരിക്കും, P രാജൻ ചൂണ്ടിക്കാണിച്ചതനുസരിച്ചായാലും നിരവധി ആരോപണങ്ങളുടെ മുൻമുനയിലാണ് സർക്കാർ നിൽക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ മന്ത്രിമാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പുറത്തു നിന്നുള്ള വ്യവസായികളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ബജറ്റ് തന്നെ വിറ്റ് കാശാക്കുന്നു. ഇതൊക്കെയും ഒരു നിയന്ത്രണ സംവിധാനവും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിൽ ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫക്രുദ്ദീൻ അലി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഭരണം എന്തിന് എന്നുള്ള ചോദ്യത്തിന് എത്രമാത്രം പ്രസക്തമാണെങ്കിൽ രാഷ്ട്രീയ സംവിധാനത്തിൽ താങ്കളും അതിനുൾപ്പെടുന്നുണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്. ശ്രീ ഡി സുഗതൻ, ഏതായാലും ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ജി തോമസ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല. ഇറ്റ് ഇസ് ഇല്ലീഗൽ. പറയാൻ അധികാരമില്ല അദ്ദേഹത്തിന്. എന്തുകൊണ്ട് അതടക്കം എന്തുകൊണ്ടൊരു ചീഫ് സെക്രട്ടറി ആവർത്തിച്ച് സർക്കാർ വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ താങ്കൾ പറയുന്നതനുസരിച്ച് നിയമ സംവിധാനത്തിന് തീർത്തും എതിരായ കാര്യങ്ങൾ അത് ആവർത്തിക്കുന്നു? എന്തുകൊണ്ട്?
ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ ഫൈൻഡിങ് ആവശ്യമുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ശ്രീ ഡി സുഗതൻ? ജുഡീഷ്യൽ ഫൈൻഡിംഗും ചീഫ് സെക്രട്ടറി ക്യാൻ സേ ലൈക്ക് ദിസ്. ജുഡീഷ്യൽ ഫൈൻഡിംഗും ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും അടിയന്തരമായി സർക്കാരിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? എന്ത് ചെയ്യണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ഉദ്യോഗസ്ഥനെതിരെ? എക്സിക്യൂട്ടീവിന്റെ അധികാരിയാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ആള്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് ക്യാബിനറ്റ് തീരുമാനം തെറ്റാണെന്ന് പറയുന്നു. അതാണ് ശ്രീ ഡി സുഗതന്റെ ചോദ്യവും. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ എന്ത് നടപടിയാണ് അദ്ദേഹത്തിനെതിരെ സർക്കാർ സ്വീകരിക്കേണ്ടത്? അധികാരമില്ലാത്ത കാര്യമാണ്. ജുഡീഷ്യൽ റിവ്യൂ വേണം അക്കാര്യത്തിൽ. അതിനപ്പുറം സർക്കാരിനൊന്നും ചെയ്യാനില്ല. അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ജുഡീഷ്യൽ റിവ്യൂ സർക്കാർ ഭയക്കുന്നുണ്ടോ ഈ ഉദ്യോഗസ്ഥനെ? തർക്കമുണ്ടായാൽ സർക്കാർ ആത്യന്തിക അഭിപ്രായം പറയേണ്ടത് ജുഡീഷ്യറിയാണ്. സർക്കാർ ഭയക്കുന്നുണ്ടോ ശ്രീ ഡി സുഗതൻ ഈ ഉദ്യോഗസ്ഥനെ? നത്തിങ്, നോ, ഒരിക്കലുമില്ല. പി രാജനിലേക്ക് വരും മുമ്പ് ഫക്രുദ്ദീൻ അലിലേക്ക്. ഈ ജി തോമസിനെ ഇവിടെ ചീഫ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ഉടനെ തന്നെ ഇദ്ദേഹം നടത്തിയ ഒരു കാര്യം വെച്ചാൽ മുമ്പൊരു ചീഫ് സെക്രട്ടറി ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ മുമ്പുള്ള ചീഫ് സെക്രട്ടറിയുടെ മറ്റു ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള ഇവിടുത്തെ ദേശീയ ഗെയിംസ് അതിൽ അഴിമതി ഉണ്ട് നമുക്കറിയാം, നമ്മളൊക്കെ ചർച്ച ചെയ്താണ്. പക്ഷേ ഈ ചീഫ് സെക്രട്ടറി തന്നെ വന്ന് നമ്മൾ അതേ രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ മറികടക്കുന്ന ബ്യൂറോക്രാറ്റിക് ആക്ടിവിസമാണ്. ബ്യൂറോക്രാറ്റിക് ആക്ടിവിസം ഒരു പരിധി വരെയൊക്കെ നല്ലതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നളിനി നെറ്റോ നാളെ രമേശ് ചെന്നിത്തലയുടെ ഒരു ആവശ്യം അവർ നിരാകരിക്കേണ്ടത്. അതൊരു ഇന്റേണലായിട്ട് ചെയ്ത് മീഡിയയുടെ. ഈ ചോദ്യം മാധ്യമങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയിലാണ് ഇത്തരം ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഉത്തരേന്ത്യയിലടക്കം അദ്ദേഹം ഉത്തരേന്ത്യയിൽ ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത ആളാണ്. അവിടെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം പത്രസമ്മേളനങ്ങൾ നടത്താൻ, ഇത്തരം അഭിപ്രായങ്ങൾ പറയാനൊക്കെയുള്ള അവകാശം ഉണ്ട് എന്നാണ് ജി തോമസൻ വളരെ മുമ്പ് കേരളത്തിൽ തന്നെ പറഞ്ഞു. അത് IAS മാനുവലിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഉത്തരേന്ത്യയുടെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ ഈ IAS ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ യജമാനന്മാരായി കാണുന്ന ഒരു ഫ്യൂഡൽ സൊസൈറ്റിയാണ്. പൊതുസമൂഹമാണ്. താഴെയുള്ള ഓഫീസർമാരാണെങ്കിലും താഴെയുള്ള എല്ലാവരും സ്ലേവാണ്. സാധാരണക്കാരനെ എലി പറ്റി പെരുകുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ യന്ത്രം എന്ന് പറഞ്ഞ നോവൽ, മലയാറ്റൂരിൻ്റെ യന്ത്രം നോവലിൽ IAS എങ്ങനെയാണ് സാധാരണക്കാരനെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കേരളം അതല്ല. 100% ലിറ്ററസിയുള്ള പ്രബുദ്ധമായ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അദ്ദേഹം ഇത് ചെയ്തത് തെറ്റാണെന്നാണ് ഡി സുഗതൻ പറയുന്നത്. ഇത്തരം പ്രസ്താവനകൾ പാടില്ല. തെറ്റാണ്. മുമ്പ് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഇയാൾ ശാസിച്ചില്ല? എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല? എന്തുകൊണ്ട് ഇന്നൊന്നും പറയുന്നില്ല? ഇങ്ങനെ IAS കൈവിരിയുടെ ജനാധിപത്യത്തിൽ സ്ഥിതി എന്താവും? ശ്രീ പി രാജൻ, ഫക്രുദ്ദീൻ അലി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആവർത്തിച്ച് ഡി സുഗതൻ പറയുന്നു ഉദ്യോഗസ്ഥർക്ക്, അത് ചീഫ് സെക്രട്ടറി ആകട്ടെ, എല്ലാത്തിനും ഒരു മാനുവൽ ഉണ്ട്, അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട് നിൽക്കേണ്ടത്. അത് രാഷ്ട്രീയക്കാർക്ക്, ഉദ്യോഗസ്ഥർക്ക്, ചീഫ് സെക്രട്ടറിക്ക് ആ തരത്തിലേക്കാണ്. ഇതൊക്കെയും ആവർത്തിച്ച് ജിജി തോമസൺ ലംഘിക്കുന്നു. അതിൻ്റെ അകത്തൊരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് ഫക്രുദ്ദീൻ അലി വിലയിരുത്തിയാൽ ഭയക്കുന്നുണ്ടോ ഈ ജിജി തോമസനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ? അങ്ങനെ ഒരു സംശയം രാഷ്ട്രീയ രംഗത്തിന് നേരെ ഒരു വിരൽ ചൂണ്ടൽ നടത്തിയാൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ഏതു തരത്തിൽ താങ്കൾ കാണും? ഒരു ഇന്നർ പോളിറ്റിക്സ് ഇതിനകത്തുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് വ്യക്തമായ തെളിവില്ല. പക്ഷേ ഒരു ഫയലിൽ നോട്ട് ചെയ്തൊരു കാര്യം അദ്ദേഹം 21 കൊല്ലത്തിന് ശേഷം അദ്ദേഹം പ്രതിയായിരിക്കുമ്പോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പറയുന്നു എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും രാഷ്ട്രീയ പോര് അദ്ദേഹം നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അതിനുള്ള തെളിവില്ല. അദ്ദേഹം ഫയലിൽ കുറിച്ചത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD ആയിരിക്കുമ്പോഴാണ്. അത് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ക്യാബിനറ്റ് ഡിസിഷനും ഒരു കോർപ്പറേഷൻ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരെ ക്യാബിനറ്റിൻ്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല. ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം സർക്കാരിൻ്റെ സ്ഥാപനം എന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നായി പറയണത്. അത് എഴുതിയിട്ടുകൊണ്ട് സ്വന്തം തടി രക്ഷിക്കാനുള്ള ഒരു താല്പര്യത്തിൽ IAS ഉദ്യോഗസ്ഥന്മാരെ എഴുതിയിടേണ്ടതാണ്. അങ്ങനെ കറപ്ഷൻ സംശയിക്കുന്ന കാര്യങ്ങളിൽ അവർ എഴുതിയിടേണ്ടതാണ്. അവർ രാജിവെച്ച് കഴിഞ്ഞ് സർവീസ് സ്റ്റോറി എഴുതുമ്പോൾ മാത്രം എഴുതിയാൽ മതിയോ, ഇപ്പോൾ പറയാമോ തുടങ്ങിയ ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ഒരു അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് നടത്തിയൊരു സംഭവമാണോ അല്ലേന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ രീതിയിലായിരിക്കാം പറഞ്ഞത്. എന്ത് തന്നെയായാലും അത് അത്ര വലിയ ഗൗരവമുള്ള ഒരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വേവലാതി ഞാൻ മനസ്സിലാക്കിയത്തോടത്തോളം 21 കൊല്ലമായി അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ അതിൻ്റെ കുരിശ് ചുമക്കേണ്ടി വരുന്നല്ലോ എന്നൊരു വേവലാതിയിൽ നിന്ന് പറഞ്ഞൊരു കാര്യം എന്നല്ലാതെ വളരെ വലിയ കോൺഗ്രസ്സിലെ ആഭ്യന്തരമായ മറ്റേ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി ഇത് പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതിന് ഒരു തെളിവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രി ഈ പാം ഓയിൽ കേസിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു, അദ്ദേഹവും ആ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നു ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല.
അതോടൊപ്പം തന്നെ ആ മുഖ്യമന്ത്രി അഴിമതി ഇല്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ മുഖ്യമന്ത്രിയെ സാധൂകരിക്കുന്നുവെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഉമ്മൻചാണ്ടി പറയുന്നു അഴിമതി നടന്നിട്ടില്ല, പക്ഷേ കണ്ടെത്തിയിരിക്കുന്നത് 2.32 കോടി രൂപയുടെ അഴിമതിയാണ്. സർക്കാർ ഖജനാവിന് നഷ്ടമില്ല എന്ന് നിലവിലെ മുഖ്യമന്ത്രി പറയുന്നു. അദ്ദേഹവും അന്ന് ഭാഗവാക്കാണ്. അതിൻ്റെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD ആയിരുന്നത് ജിജി തോംസൺ, ഇന്ന് ചീഫ് സെക്രട്ടറിയാണ്, ഉമ്മൻചാണ്ടിയുടെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുന്നു തെറ്റായ തീരുമാനമാണ്. ആ ഒരു കോൺട്രഡിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2.32 കോടി രൂപയുടെ അഴിമതി സംസ്ഥാന ഖജനാവിന് നടന്നിട്ടുണ്ട് എന്ന ഒരു തുറന്ന സമ്മതിക്കൽ ആ രീതിയിൽ കാണേണ്ടതുണ്ടോ ശ്രീ പി രാജൻ? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഉദാഹരണത്തിന് അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് ക്യാബിനറ്റ് നടപ്പാക്കും. അത് ചിലപ്പോൾ തുകയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കൂടുതലായി എന്ന് വരാം. പക്ഷേ ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ സോവറിൻ പവറാണത്. അത് ശ്രീ സുഗതൻ പറഞ്ഞാണ് ശരി. ആ സോവറിൻ പവറിനെ അയാൾ പരസ്യമായി അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയോ പിന്നീട് വന്ന് പുറത്തു പറയുമ്പോഴോ ചെയ്താണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അങ്ങനെയല്ല ഇവിടെ നടന്നത്. പണ്ട് നടന്നൊരു കാര്യം, അദ്ദേഹം 21 കൊല്ലമായി പ്രതിയായി ആ കുരിശ് ചുമക്കേണ്ടി വരുമ്പോൾ അതും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD എന്ന നിലയിൽ നേരിട്ട് ക്യാബിനറ്റിൻ്റെ താഴെയല്ലാത്ത ഒരു ജോലിയിൽ ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം സന്ദർഭവശാൽ പറഞ്ഞു എന്നല്ലാതെ അതത്ര വലിയ ഒരു കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്താൻ എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ പോര് ഇതിൻ്റെ പിന്നിലുണ്ടെന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി ആദ്യം തൊട്ട് തന്നെ എടുത്തേക്കുന്ന നിലപാട് പാം ഓയിൽ കാര്യത്തിൽ അഴിമതി നടന്നിട്ടില്ല എന്നതായതുകൊണ്ട്. പി രാജൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, മുൻ MLA-യും കോൺഗ്രസ് മുതിർന്ന നേതാവുമായ D സുഗതൻ, ഒപ്പം ഫക്രുദ്ദീൻ അലിയും. ഫക്രുദ്ദീൻ അലിയിലേക്ക് ശ്രീ പി രാജൻ വിലയിരുത്തുന്നതനുസരിച്ച് അത് കേട്ടുകഴിഞ്ഞ കാര്യമാണ്. D സുഗതൻ പറയുന്നു ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല. പി രാജൻ ചൂണ്ടിക്കാണിക്കുന്നത് അനുസരിച്ച് അദ്ദേഹം പറയുന്നതിലല്ല ആ അഴിമതി സംബന്ധിച്ചായി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായ ഉൾക്കളികളില്ല, എല്ലാം സുതാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ വരുന്നതും. ആ സന്ദർഭം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. D സുഗതൻ പറയുന്നു നിലവിൽ ജിജി തോമസിൻ്റെ ഇത്തരം വാക്കുകളുടെ പ്രസക്തിയും പാമോലിൻ കേസ്, അത് ഇത്രയും വർഷം നടത്തിയ നിയമയുദ്ധം, ഇതൊക്കെയും അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് പാമോലിൻ കേസ് മാറിക്കഴിഞ്ഞോ? അതോ നിലവിലെ രാഷ്ട്രീയ അവസ്ഥയിൽ ആ പാമോലിൻ കേസിന് അതിൻ്റെ നാൾവഴികൾക്കൊക്കെയും ഇന്നും പ്രാധാന്യമുണ്ടോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ളൊരു ട്രെൻഡാണ്. അപ്പം രാജൻ സാർ ആ കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തന്നെ. അപ്പം അഴിമതി അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയാം. അപ്പം അഴിമതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ തെളിവോ അല്ലെങ്കിൽ ഈ പറയുന്ന അന്തപുര നാടകങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞോ എന്ന് നമുക്കൊരു അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഏതാണ്ട് ആ സാഹചര്യമാണ്. ഇപ്പം ജിജി തോംസൺ തന്നെ ഇന്ന് പറയാനിടയായ സാഹചര്യം എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അഴിമതി ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ബലിയാടാക്കിയെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികം എന്തോ നടന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭാഗമല്ല, ആ തെറ്റാന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്തത്, പക്ഷേ ഞാൻ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നിൽക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതിലെന്തോ നടന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. ഉമ്മൻചാണ്ടി പറയുന്നത് എന്താണ്? ഉമ്മൻചാണ്ടി പറയുന്നത് അഴിമതിയൊന്നും നടന്നിട്ടില്ല, ബാക്കി എല്ലാവരും പറയുന്നത്. അവിടെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ കോടതി വ്യവഹാരങ്ങളിൽ കേട്ട് ഇതിങ്ങനെ എന്താ ഈ എഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതിൻ്റേതായ പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, CVC ആയിരുന്ന തോമസിന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആ സ്ഥാനം നഷ്ടമായി. ജിജി തോമസിന് അങ്ങനെ ഒന്നും നഷ്ടമായിട്ടില്ലല്ലോ. പിന്നെ അദ്ദേഹം എന്തിനടുത്ത് വേവലാതിപ്പെടുന്നത്? അപ്പം ഞാൻ അഴിമതി നിസ്സാരവൽക്കരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം അടുത്ത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റ് പറയണ്ടേ, ബോഫേഴ്സ് വെറും മീഡിയ ട്രയൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. രാജൻ സാർ അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ 2G 3G കാര്യങ്ങളെല്ലാം തന്നെ അന്തിമ വിധിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യ വിശ്വസിക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുള്ളത് ആ ഒരു കേസാണ്. അപ്പോൾ മാണിയുടെ കാര്യത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല. എന്നാൽ സാഹചര്യ തെളിവും ഇതുപോലെ തന്നെ ജിജി തോമസൺ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് മാണി അഴിമതി കാരണം നമ്മളും പൊതുസമൂഹവും എല്ലാം വിശ്വസിച്ച്. സോളാർ കേസ് ഉമ്മൻചാണ്ടി ചോദിക്കുന്നു, 5 പൈസയുടെ ഖജനാവിന് നഷ്ടമായിട്ടില്ല. പിന്നെ എന്തോന്ന് സോളാർ കേസ് എന്ന് ഉമ്മൻചാണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ അത് മുഖവിലേക്ക് എടുക്കേണ്ടി വരും. എന്തുകൊണ്ട് നമ്മൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല? അവിടെ അധികാര ദുർവിനിയോഗം നടന്നു. ആ നായരെയൊക്കെ പറ്റിച്ചതാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ചാണ് കാശ് കൊടുത്തെന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പോളിഗ്രാഫിന് ടെസ്റ്റിന് ഉമ്മൻചാണ്ടിനെ അയാളെ വിധേയനാക്കി നമുക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിൽ ചിന്തിക്കുകയാണ് നമുക്കൊരു കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജനാധിപത്യത്തെ വിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അഴിമതി ഉണ്ടാവാനുള്ള ഒരിടത്തും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ വിടരുത്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാമോയിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ അഴിമതി കേസുകളൊന്നും അതുവരെ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും കേരളത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട അഴിമതി കേസുകൾ ഒന്ന നിലയ്ക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. എസ്പെഷ്യലി കരുണാകരനെ ഇല്ലാത്ത ചാരക്കേസിൻ്റെ പേരിൽ വിക്ടിമൈസ് ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ നമുക്ക് അറിയാവുന്ന സാഹചര്യത്തിൽ കരുണാകരനെ ഒതുക്കാനുള്ള മറ്റൊരു മാർഗ്ഗമായിരുന്നു എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഫർദർ ടാർണിഷ് ചെയ്യാണോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ ജിജി തോംസൺ ഇപ്പം പെരിയ മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് KE ഇസ്മായിലിനെതിരെ ആരോപണം കൊണ്ടുവന്ന എങ്ങനെ ജിജി തോംസൺ കൊടുത്ത റിപ്പോർട്ടാണ്. അവസാനം കോടതി KE ഇസ്മായിൽ നിരപരാധി എന്ന് വിധിച്ചു.
അന്ന് ജിജി തോംസന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ആരോപണം വന്നത്, മനോരമയ്ക്ക് എഴുതിയത്. അവസാനം മനോരമ മാപ്പ് പറഞ്ഞു, ജിജി തോംസൺ എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ ജിജി തോംസൺ അത്ര നിഷ്കളങ്കനായൊന്നും കരുതേണ്ട ആവശ്യമില്ല. യെസ്, ഡി സുഗതനിലേക്ക്. ശ്രീ ഡി സുഗതൻ, ഫക്രുദ്ദീൻ അലി ഉയർത്തുന്ന ചോദ്യം അതാണ്. കെ കരുണാകരനെ ബലിയാടാക്കുന്ന സംഭവങ്ങൾ കോൺഗ്രസിൽ, അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ അതിന് നേതൃത്വം നൽകിയവരൊക്കെയും ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ജിജി തോമസൺ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും ഒരു നീക്കം, പത്മജ വേണുഗോപാലും അതിനെ ചുവട് പിടിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഒരു ബലിയാടാക്കൽ തലത്തിലേക്ക് പുതിയ രാഷ്ട്രീയത്തിലും കെ കരുണാകരനെ മാറ്റിവെക്കുന്നുണ്ടോ കോൺഗ്രസിലെ നേതാക്കൾ? പേരുകൾ ഞാൻ പറയുന്നത് ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളല്ലേ, ധാരാളം ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളല്ലേ എത്രയോ വർഷങ്ങളായിട്ട്. നമുക്കെല്ലാം അറിയാം, അന്ന് ഭക്ഷ്യം ഉണ്ടെങ്കിൽ ക്ഷാമം വന്നപ്പോൾ പാമോയിൽ ഇറക്കുമതി ചെയ്തു. പാമോയിൽ കഴിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചതെന്നാണ്, വില കുറച്ച് കൊടുത്തു, അതിനുവേണ്ടി അന്ന് ചെയ്തതാണ്. അത് നഷ്ടമുണ്ടായെന്നൊക്കെ ഇങ്ങനെ ചാനൽ ചർച്ചയിൽ പറയുന്ന തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കേസ് കോടതി നടക്കുകയാണ്. ഇവിടെ പ്രശ്നം അതല്ല, ഒരു ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ആൾ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ തെറ്റാണെന്ന് പറയുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ക്യാബിനറ്റ് ഡിസിഷൻ തെറ്റാണെന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു. ക്യാബിനറ്റ് നോട്ടിനെതിരെ ഒരു ചീഫ് സെക്രട്ടറി പ്രതികരിക്കുമ്പോൾ താങ്കൾ മുൻ MLA ആണ്, കോൺഗ്രസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയപരമായി ഞാൻ ചോദിക്കട്ടെ, പാമോലിൻ ഇറക്കുമതി എന്നുള്ളത് താങ്കൾ ഇപ്പോൾ പറയുന്നു, അന്നത്തെ ആവശ്യം ശരിയായിരുന്നോ തെറ്റായിരുന്നോ? കോടതിയുടെ നിരീക്ഷണമല്ല, താങ്കളെ രാഷ്ട്രീയ പ്രതിനിധിയായി കാണുകയാണ്. ഒരു മുൻ ജനപ്രതിനിധിയാണ്, നിലവിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എന്താണ് ആ തീരുമാനത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? അന്ന് ബംഗാളിൽ ഇറക്കിയതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇറക്കിയത്. ബംഗാളിൽ ഗവൺമെൻറ്, ജ്യോതിബാസു ഗവൺമെൻറ് അവിടെ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇവിടെ ഇറക്കിയത്. അത് ജനങ്ങൾ പ്രയോജനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ആരോപണം വന്നു എന്ന് മാത്രമേ ഉള്ളൂ, അത് കോടതി തീരുമാനിക്കട്ടെ. ഇവിടെ പ്രശ്നം അതല്ല, ഒരു ചീഫ് സെക്രട്ടറി ഇവിടെ വെല്ലുവിളിച്ച് ക്യാബിനറ്റ് ഡിസിഷൻ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് അവകാശമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ ചീഫ് സെക്രട്ടറി എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്? സാഹചര്യങ്ങൾ അനുസരിച്ച് അന്ന് രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടായി. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ താങ്കൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ചീഫ് സെക്രട്ടറി വർഷങ്ങൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടൊരു കമന്റ് പറയുകയാണെങ്കിൽ താങ്കൾ പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തെറ്റെന്നാണ് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനാണ്, ചില നോംസ് ഉണ്ടാക്കണം. എന്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം അത്തരം നോംസ് ഉണ്ടാക്കിയില്ല? പ്രൊസീജിയർ ഉണ്ട്, എന്തുകൊണ്ട് പ്രൊസീജിയർ ഉണ്ടാക്കിയില്ല? ആ ചോദ്യങ്ങളാണ് ചീഫ് സെക്രട്ടറി ചോദിക്കാതെ ചോദിക്കുന്നത്. നോ അതല്ല പ്രശ്നം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD എന്ന നിലയിൽ അദ്ദേഹം അതിനെ എതിർത്തിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് അദ്ദേഹം അടുത്ത പട്ടി പറയുകയാണ് ഈ ക്യാബിനറ്റ് ഡിസിഷൻ തെറ്റായിരുന്നു. അത് പറയാൻ അധികാരമില്ല. അത് പറയുന്ന ഒരാൾ നാളെ ക്യാബിനറ്റ് കയറി ഇരിക്കാൻ സാധ്യമല്ല. ഈ രാത്രി പിൻവലിക്കണം അദ്ദേഹം ആ പ്രസ്താവന. അങ്ങനെയാണെങ്കിൽ ഫക്രുദ്ദീൻ പറഞ്ഞതിന്റെ പോയിന്റ് കൂടി ഞാൻ താങ്കളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ നിലവിലെ സാഹചര്യത്തിൽ താങ്കൾ പറയുന്നുണ്ട് പാമോലിൻ കേസ് ഒരു പുതിയ സംഭവമൊന്നുമല്ല, അത് അടഞ്ഞ അധ്യായമാണോ എന്ന് ചോദിച്ചാൽ അടഞ്ഞതുമല്ല, തുറക്കുന്നതുമല്ല. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് ചീഫ് സെക്രട്ടറി അത് പറഞ്ഞത് എന്തിനെ എന്ന് ഫക്രുദ്ദീൻ അലി ചോദിക്കുകയുണ്ടായി. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന്? ഇന്നത് പറഞ്ഞത് നിയമവിരുദ്ധമാണ്. ചീഫ് സെക്രട്ടറി പറയാൻ പാടില്ലാത്ത കാര്യം. ക്യാബിനറ്റ് ഡിസിഷനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് അവകാശമില്ല, അധികാരമില്ല. അത് ആരും നിഷേധിക്കുന്നില്ല. ശ്രീ ഡി സുഗതൻ, ചോദ്യം ഇതാണ്, ഫക്രുദ്ദീൻ അലി ചോദിക്കുന്നതനുസരിച്ച് എന്തുകൊണ്ട് ജിജി തോംസൺ ഇന്ന് ആ പ്രസ്താവന 21 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇന്ന് അതിലേക്ക് കെ കരുണാകരന്റെ പേര് എന്തിന് വലിച്ചിഴയ്ക്കുന്നു എന്നാണ് ചോദ്യം. അത് കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അധൈര്യത്തിൽ പറയുന്നതാണ്, അല്ലെങ്കിൽ പറയില്ലല്ലോ. കെ കരുണാകരൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് പറയുന്നതാണ്, അല്ലെ പറയില്ല. ഇതിനിടയിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയി വന്ന കാര്യമുണ്ട്. അദ്ദേഹം മറഞ്ഞുപോയ വ്യക്തിയൊന്നുമല്ല. ഈ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ റോള് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഫക്രുദ്ദീൻ അലി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് കേരളത്തിൽ. ഇന്നതെന്തിന് പറയുന്നു? ആരാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ അദ്ദേഹത്തിനെ ബാക്കപ്പ് ചെയ്യുന്നത്? താങ്കൾ സംശയിക്കുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനെ സംശയിക്കുന്നില്ല. പറഞ്ഞ ചീഫ് സെക്രട്ടറി പറയാൻ പാടില്ലാത്ത പറഞ്ഞു, അതിന് നടപടി ഉണ്ടാകണം, ജുഡീഷ്യൽ ആക്ഷൻ ഉണ്ടാകണം. അപ്പോഴും താങ്കൾ പറയുന്നു പറയാൻ പാടില്ലാത്തത് പറഞ്ഞതിനെ കുറിച്ച് രാഷ്ട്രീയപരമായി ശ്രീ ഡി സുഗതൻ ഒരു സംശയവും ബാക്കി വെക്കുന്നില്ല. രാഷ്ട്രീയമായ സംശയമൊന്നുമില്ല. വളരെ ക്ലിയർ ആണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഡി സുഗതനെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹം
മുൻ MLA ആണ്, ഇന്ന് തന്നെ കോൺഗ്രസിൽ വളരെ സജീവമായി നിൽക്കുന്ന ആള്. ഒരു സംശയവുമില്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. ഫക്രുദ്ദീൻ അലിയെ പോലെയുള്ളവർ എന്തിന് ചികഞ്ഞെടുക്കണം? ഇത്തരം ഒരു ചാനൽ ചർച്ചയിൽ താങ്കൾ അടക്കമുള്ളവർ എന്തിന് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വാദഗതി മുന്നോട്ട് വയ്ക്കണം? സുഗതൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യനായിട്ടുള്ള, കോൺഗ്രസിനോട് വളരെ കൂറുള്ള ഒരു നേതാവാണ്. കാരണം അദ്ദേഹം ഒരു ചാനൽ ചർച്ച ഒരിക്കലും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ആരും തെറി പറയുന്നത് നമ്മൾ കണ്ടില്ല. കോൺഗ്രസ് ഇങ്ങനെ നിന്ന് പോകണം, കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല നേതാവ്. എനിക്കും വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. വളരെ നിഷ്കളങ്കമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ജിജി തോംസൺ, അദ്ദേഹം ഇതിനു മുമ്പും പല പത്രസമ്മേളനങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ VS അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് VSനെതിരെ കോടതിയുടെ പരാമർശം വന്നല്ലോ. ആ സമയത്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊന്നും ട്വീറ്റ് ചെയ്യാത്ത, അന്നൊന്നും ഫേസ്ബുക്കിൽ കമൻ്റ് ഇടാത്ത, അന്നൊന്നും ഒന്നും പറയാതെ അദ്ദേഹം ഇന്ന് എന്തുകൊണ്ട് പറയുന്നു? അതാണ് പ്രസക്തം. മുമ്പ് എന്തുകൊണ്ട് പറഞ്ഞു? ഇത്രയും ഈ ഒരു ദിവസം എന്തിന് തിരഞ്ഞെടുത്തു? അവിടെയാണ് നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവുന്നത്. അവിടെയാണ് നമ്മൾ പത്മജയുമായിട്ട് പല കാര്യങ്ങളും യോജിക്കേണ്ടി വന്നത്. വൈകാരിക പ്രകടനമാണെങ്കിലും അല്ലെങ്കിലും. ഇപ്പോൾ കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന പല ആളുകളും കോൺഗ്രസിനുണ്ട്. അവരൊന്നും മിണ്ടില്ല. കാരണം എന്താണ്? അവർക്കിന്ന് ഉമ്മൻചാണ്ടിയെ രമേശിനൊന്നും പിണക്കാൻ പറ്റില്ല. കരുണാകരനെ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ച് വിടുക എന്നുള്ളത് ഇവരുടെ എല്ലാവരുടെ ആവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു ആരെയും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ശ്രീ D. സുഗതൻ, ഫക്രുദ്ദീൻ അലി പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞതാണ്, എൻ്റെ അച്ഛൻ വളർത്തി വലുതാക്കിയവരുടെ മൗനം എനിക്ക് വേദനയുണ്ടാക്കുന്നു. അത്തരം മൗനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ സംഭവിക്കുന്നുണ്ടോ ശ്രീ D. സുഗതൻ? ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നില്ല. ഞാൻ ലീഡർക്കൊപ്പം നിന്ന ആളാണ്. ലീഡർക്കൊപ്പം നിന്നുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ച ആളാണ്. ഇപ്പൊ കൈവിട്ടോ അദ്ദേഹത്തെ? ആളാണ് ഞാൻ. അല്ല, തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ, ഇതിനൊന്നും പറയില്ലല്ലോ. ഞാൻ പറയാവുന്നതേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് പറയാവുന്ന പരിധി നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പത്മജ വേണുഗോപാലിന്റെ ആ പ്രതികരണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അത് പത്മജയുടെ ഒരു വികാരമാണത്, സ്വാഭാവികമാണത്. താങ്കളിലേക്ക് പത്മജ വേണുഗോപാൽ തന്നെ ചേരുന്നു. ശ്രീമതി പത്മജ വേണുഗോപാൽ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ചീഫ് സെക്രട്ടറി എന്താണ് പറഞ്ഞത്? കോൺഗ്രസിന്റെ മുൻ MLA, മുതിർന്ന നേതാവ് D. സുഗതനുണ്ട്. താങ്കൾ വികാരപരമായി സംസാരിച്ച താങ്കളുടെ സ്വാഭാവികമായ പ്രതികരണം, ഒരു വികാരത്തിൽ അധിഷ്ഠിതമായി മാത്രം പ്രസ്താവന നടത്തുന്നൊരു രാഷ്ട്രീയ വ്യക്തിത്വവും ജീവിത ശൈലിയുമാണോ ശ്രീമതി പത്മജയ്ക്കുള്ളത്? ഒരിക്കലും അല്ല. എന്നെ പറ്റി അങ്ങനെ ആരും പറയില്ല. പക്ഷെ ഞാൻ എന്നും വളരെ പക്വമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്റെ പിതാവിനെ മരിച്ചു കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു വേട്ടയാടപ്പെടുന്ന കാണുമ്പോ ഒരു മകളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വിഷമം തോന്നും. ഒരു കോൺഗ്രസ്സുകാരത്തി എന്നുള്ള നിലയ്ക്കും എനിക്ക് വിഷമമുണ്ട് ഇക്കാര്യത്തില്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലതും ഞാൻ മിണ്ടാതെയും പറയാതെ ഇരിക്കുന്ന പാർട്ടിയുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത്രയും ഒരു കേരളത്തിന്റെ ഭരിക്കുന്ന ഒരു ചീഫ് സെക്രട്ടറിയുടെ ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പ്രസ്താവന കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നി. അദ്ദേഹത്തിനെ പോലെ ഒരു ആള് ഇങ്ങനെ കള്ളം പറയുന്ന കേട്ടപ്പോ, ഒരു ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ചില പ്രതീക്ഷകളും ചില ഇതുണ്ട്. അതിനെ മറികടന്ന് അദ്ദേഹം ഇങ്ങനെ പ്രസ്താവന ഇറക്കിയപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നാണക്കേടാണ് തോന്നിയത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, താങ്കളെ തന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ സമയത്ത് എന്തൊക്കെയാണ് നടന്നിരുന്നത്? കെ കരുണാകരന്റെ മനസ്സ്, അന്നത്തെ ചർച്ചകളുടെ മനസ്സൊക്കെയും വളരെ അടുത്ത്, അല്ലെങ്കിൽ അതിനെ ഇന്ന് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയുമൊക്കെയാണ്. എന്തുകൊണ്ടൊരു ചീഫ് സെക്രട്ടറി ഇത്തരം കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ പരാമർശിക്കുന്നു? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടതാണ്. കാരണം അതിപ്പോ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തുന്ന ഒരാൾക്കെതിരെ ഭരണകൂടമാണ് പ്രതികരിക്കേണ്ടത്. കാരണം ഒരു ചീഫ് സെക്രട്ടറി, ഇപ്പൊ പല ഉദ്യോഗസ്ഥന്മാരും TV-യിൽ തോന്നിയ മാതിരി രാഷ്ട്രീയക്കാരെ ചീത്ത പറയാ, ഭരണത്തിലിരിക്കുന്നവരെ കുറ്റം പറയാ. ഇതിപ്പോ തിരിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാലും ഇവർ കേൾക്കേണ്ടി വരും. ഇതെല്ലാം ഞങ്ങള് മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ മര്യാദയാണ്. പക്ഷെ ഇതില് എനിക്ക് പറയാൻ തോന്നിയത്, എന്റെ പിതാവിന് അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എന്തൊരു അന്യായമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു? അവർക്കെതിരെ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവർക്കെതിരെ എന്തുകൊണ്ടൊരു വാക്ക് പറയാൻ ഈ ചീഫ് സെക്രട്ടറിക്ക് ധൈര്യം ഉണ്ടോ? ധൈര്യം ഇല്ല. അപ്പൊ മരിച്ചുപോയ കെ കരുണാകരന് എന്തും പറയാം. ആ ഒരു രീതിയാണ് ഇവിടെ നടപ്പില്ല. അതായത് സത്യസന്ധന്റെ ഒരു മുഖം ജിജി തോംസൺ എപ്പോഴും പറയുന്നുണ്ട്. കേരളത്തിൽ വന്നതിന് ശേഷം പാമോലിനെയും അദ്ദേഹം ആ രീതിക്ക് ഉപയോഗിക്കുന്നുവെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ നിരീക്ഷിക്കുന്നുണ്ടായി. ഫക്രുദ്ദീൻ അലി പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു, ഒരു ഹിഡൻ അജണ്ട, ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട്. അത് അവരുടേതായ നിരീക്ഷണമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ആവർത്തിക്കുന്നു, ഈ ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണെങ്കിൽ ഇത്തരം ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഈ സർക്കാർ എത്രമാത്രം ബാധ്യസ്ഥരാണ്? തീർച്ചയായിട്ടും. കാരണം ഇല്ലെങ്കിൽ ഇത് തിരിച്ചടിക്കും. ഈ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ തുറന്നു വിട്ടാൽ അത് ഭരണത്തിന് തന്നെ തിരിച്ചടി ഉണ്ടാവും ഇക്കാര്യത്തില്.
അതുകൊണ്ട് എനിക്ക് ഇവരോടെല്ലാം പറയാനുള്ളത് ഇപ്പോഴൊന്നുമല്ല, ഈ ഒരു പ്രസ്ഥാനം മാത്രമല്ല, ഞാൻ കുറെ നാളുകളായി ഞാനിത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഉദ്യോഗസ്ഥന്മാരും പല രീതിയിൽ രാഷ്ട്രീയക്കാരെയും ഭരണത്തിലിരിക്കുന്നവരെയും വളരെ മോശമായി സംസാരിക്കുക. ഇതിനൊരു കടിഞ്ഞാണ് ഇട്ടില്ലെങ്കിൽ അത് ഭരണത്തിൽ തന്നെ തിരിച്ചടിക്കും. കാരണം നമ്മളത് കുറെ കാലങ്ങളായിട്ട് ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തുകൊണ്ട് വൈകുന്നു എന്ന് ഇപ്പോൾ ഇവിടെ നിരീക്ഷണം നടത്തിയവർ പറയുകയുണ്ടായി. ഈ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നു? ജിജി തോമസിന്റെ പത്രസമ്മേളനം ഒരിക്കൽ വിവാദമായതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഇത്തരം സംഭവങ്ങൾ, താങ്കളെ തന്നെ വളരെ ദുഃഖത്തിലാക്കുന്ന കാര്യങ്ങളാണ്, പ്രസ്താവനകൾ ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു? അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് അത് ചോദിക്കേണ്ടത്. അദ്ദേഹത്തിന് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുകയായിരിക്കും നല്ലത്. താങ്കൾ സംശയിക്കുന്നുണ്ടോ? വളരെ ആർജവത്തോടു കൂടി രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങൾ പറയുക, അതോടൊപ്പം തന്നെ ജനപ്രാതിനിധ്യത്തിലേക്ക് വളരെ ശക്തമായി പ്രവർത്തിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു നിരീക്ഷണം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. എന്ത് നിരീക്ഷിക്കുന്നു താങ്കൾ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ധൈര്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. നിങ്ങൾ ചോദിക്കുകയാണ് നല്ലത്. എന്ത് ധൈര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? കാരണം കെ കരുണാകരനെ പോലെ ഒരു വ്യക്തിനെ പറ്റിയിട്ട് ഇത്രയും മോശമായ രീതിയിൽ അദ്ദേഹം പറയണമെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് എന്തെങ്കിലും ധൈര്യം ഇല്ലാതെ അദ്ദേഹം പറയുമോ? അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അജണ്ട എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതില് രാഷ്ട്രീയമൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു ധൈര്യം ഒരു ഉദ്യോഗസ്ഥന് എടുക്കാൻ കഴിയുകയാണെങ്കിൽ, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അവസ്ഥയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. എല്ലാത്തിനും ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിനകത്ത് നിന്ന് മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അത്. ബ്യൂറോക്രാറ്റ് ആകട്ടെ, രാഷ്ട്രീയ സംവിധാനങ്ങളാകട്ടെ, മിനിസ്റ്റേഴ്സ് ആകട്ടെ, മുഖ്യമന്ത്രി ആകട്ടെ, ഉദ്യോഗസ്ഥരൊക്കെയും തലങ്ങളെന്ന് നാം പറയുന്നു. ആ തലങ്ങൾ ഖണ്ഡിക്കണമെങ്കിൽ ആ ഉദ്യോഗസ്ഥനൊരു ധൈര്യമുണ്ട് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ അത് വലിയ ഐക്കൺസ് ആണ് ആ ധൈര്യത്തിന് പിന്നിൽ എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അല്ല, അദ്ദേഹം, ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇത്ര വലിയ ധൈര്യവാനും ഇത്ര സത്യസന്ധനുമാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഇതിൽ പ്രതികളായിട്ടുള്ള കുറെ ആളുകളുണ്ടല്ലോ, എന്തുകൊണ്ട് അവർ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ ഒരിക്കലും അത് പറയൂല. പക്ഷെ അവരെ പറ്റി പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലല്ലോ. മരിച്ചുപോയ തിരിച്ചു മറുപടി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ അദ്ദേഹം ഇത്ര നീചമായിട്ടുള്ള ഒരു പ്രസ്താവന എന്റെ പിതാവിനെതിരെ നടത്തിയത്. അതിലെനിക്ക് വളരെയധികം വേദനയും വിദ്വേഷം സങ്കടമുണ്ട്. അന്നത്തെ സംഭവഗതികളുമായി ഏറെ അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയൊക്കെയാണ് ഇന്ന് ആ തീരുമാനം, കെ കരുണാകരൻ്റെതായ തീരുമാനം അതൊരു കളക്റ്റീവാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും അതിലെ പ്രതിചേർക്കപ്പെട്ടവരുടെ പട്ടിക എല്ലാവർക്കും അറിയാം, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നിലവിൽ സംസ്ഥാനം കൈയാളുക, ഭരണം കൈകാളുക, അന്ന് ധനമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി, ഇന്ന് അതുപോലെ തന്നെ TH മുസ്തഫ. ഇത്തരം ഉള്ള വലിയൊരു കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ വളരെ നിർണായക സ്വാധീനം ചെലുത്തുന്നവരൊക്കെയുമുണ്ട്. ആ വെല്ലുവിളി താങ്കളടക്കം ചോദിക്കുന്നുണ്ട്. പറയാൻ ധൈര്യമുണ്ടോ എന്നാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അന്ന് നടന്ന കാര്യങ്ങളെ ഇനിയും ഇദ്ദേഹത്തിന് പറയാൻ ഉണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തൽ താങ്കളുടെ മുന്നിലുണ്ടോ? അല്ല, ഇതിപ്പോ അദ്ദേഹം പറയോ പറയില്ല എന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ലാത്തോണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവർക്കെതിരെ പറയാൻ ഇങ്ങോർക്കും ഒരു ധൈര്യമില്ല, മനസ്സിലായല്ല. അദ്ദേഹത്തിന്റെ ഭീരുത്വമാണ് ആ കാണിക്കുന്നത്. അദ്ദേഹം നല്ലവനാണെന്ന് പറയുക, എന്റെ കൂടെ മരിച്ചുപോയ ആളുകളെ ഇതിലേക്ക് പ്രതി ചേർക്കുക. ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറഞ്ഞ വിവരം അറിയപ്പോഴേ, അതാണ് അദ്ദേഹം ഇപ്പം മരിച്ചുപോയ എന്റെ പിതാവിനെ പിടിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു ചീഫ് സെക്രട്ടറി തന്റെ ഔദ്യോഗിക നിലയൊക്കെയും മറന്നാൽ എത്ര വേഗമാണ് ഒരു ആർജവമുള്ള ഭരണകൂടം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടത്? വൈകിട്ടു അല്ല, ഇക്കാര്യത്തിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാര് തുറന്ന് അതും പറയുന്നത് ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതിനെതിരെ ഒരു പ്രതിഷേധം കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഉണ്ടാവും. അത് പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും പല കോൺഗ്രസ്സുകാരും മനസ്സിനുള്ളിൽ അത് ഉണ്ടാവും. എനിക്ക് പലരും എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അതിനെ പറ്റിയിട്ട്. അതായത് ചീഫ് സെക്രട്ടറിയുടെ ഈ പരാമർശം, അതിന്റെ രാഷ്ട്രീയ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും കോൺഗ്രസിൽ വലിയൊരു വിഭാഗത്തിന് അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നെ പലരും വിളിച്ചെന്ന് എനിക്കത് മനസ്സിലായത്. എന്താ പറയാ, ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് കോൺഗ്രസ്സുകാര് എന്നിട്ടുള്ള ആളുകളാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. പലരും പല ഗ്രൂപ്പിൽ നിൽക്കുന്നവരും, നമുക്ക് പല ഗ്രൂപ്പുകളും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പല ഗ്രൂപ്പുകളും നിൽക്കുന്നവർ പോലും അവരെ വേദന പറഞ്ഞു. കാരണം മരിച്ചുപോയ കെ കരുണാകരനെ എന്തിനാ വീണ്ടും പറയുന്നതെന്നുള്ള രീതിയിൽ വളരെ പൊട്ടിത്തെറിച്ച് എന്നോട് സംസാരിച്ച ആളുകളുണ്ട്. ഇതിന് മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട്. യെസ്, വളരെ നന്ദി. സമയപരിമിതിയുമുണ്ട്. വളരെ നന്ദി ശ്രീമതി പത്മജ വേണുഗോപാൽ പ്രതികരിച്ചതിന്. ഡി സുഗതനിലേക്ക്, പി രാജനിലേക്ക്, ഫക്രുദ്ദീനിലേക്ക് തിരികെ എത്താം. കരുണാകരൻ്റെ പേരെടുത്തു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. മന്ത്രിസഭ ക്യാബിനറ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കരുണാകരൻ്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്ഷേപിച്ചു എന്ന് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാബിനറ്റ് ഡിസിഷനെ
ഒരു ചീഫ് സെക്രട്ടറി എതിർക്കാൻ പാടില്ല പരസ്യമായി എന്നുള്ളത് സത്യം തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, വളരെ വർഷങ്ങളായി അദ്ദേഹം പ്രതിയായി നിൽക്കുമ്പോൾ എപ്പോൾ എടുത്ത നടപടിയാണ്? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD ആയിരിക്കുമ്പോൾ. ഈ ചെറിയ കാര്യത്തിലെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തൻ്റെ തടി രക്ഷിക്കുക, ഞാനൊരു നിരപരാധിയാണെന്ന് ഒരവസരം കിട്ടുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പറയുക എന്ന ആ ഒരു വികാരത്തിൽ ആ വികാരത്തിലാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതും. പത്മജ വേണുഗോപാൽ ആ വികാരം മനസ്സിലാക്കുന്നില്ല. ശ്രീ D. സുഗതൻ, പത്മജ വേണുഗോപാൽ കണ്ഠമിടറിക്കൊണ്ടാണ് പറഞ്ഞത് പീപ്പിൾ ടിവിയോട്. താങ്കൾ കേട്ട് കഴിഞ്ഞു. താങ്കൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു വാക്ക് പോലും താങ്കൾ പറയുന്നില്ല. കൈവിട്ട കളിയാണ് എന്നാണ് പത്മജ വേണുഗോപാലിന്റെയും താങ്കളുടെയും വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നുക. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഡിസിഷനെ ഒരു ചീഫ് സെക്രട്ടറി ചോദ്യം ചെയ്തിരിക്കുന്നു, അതാണ് പ്രശ്നം. ഇവിടെ ക്യാബിനറ്റ് തീരുമാനം തെറ്റാണെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. അതിൽ വലിയ ആൾക്കാരുടെ പങ്ക് പത്മജ സംശയിക്കുന്നുണ്ട്. ശ്രീ D. സുഗതൻ, ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട്. അതിൽ വലിയ ആൾക്കാരുടെ പിൻബലം ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. പിൻബലമുണ്ട്. തെറ്റിയെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നേ. രാഷ്ട്രീയപരമായി തെളിയിക്കേണ്ട കാര്യങ്ങളുമില്ല. രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് പിൻബലം കൊടുക്കുന്നുണ്ട് വലിയ ആൾക്കാർ. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ശരിയല്ല. പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയപരമായി ജിജി തോമസിന് കിട്ടുന്ന പിന്തുണയാണ് ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് D. സുഗതൻ ഫക്രുദ്ദീൻ അലിയിലേക്ക് പത്മജ വേണുഗോപാൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. വളരെ കർശനമായ നടപടി വേണം. കോൺഗ്രസുകാരുടെ വികാരം മുറിവേറ്റിരിക്കുന്നു എന്ന തരത്തിലാണ് പത്മജ വേണുഗോപാൽ പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചത്. അല്ല, കോൺഗ്രസ്സുകാരുടെ വികാരം മുറിവേറ്റിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അന്നപ്പം കണ്ടവനാ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ് കോൺഗ്രസ്. അല്ലെ സുധൻ ചേട്ടനൊന്നും ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അപ്പം ഇത് പത്മജയ്ക്ക് വിഷമമുണ്ടാവും. ഒരുപക്ഷെ മുരളീധരന് പോലും വിഷമമുണ്ടാവില്ല. കാരണം മുരളീധരൻ കരുണാകരൻ്റെ എന്നുള്ള ഭാരത്തിനെ പരമാവധി അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തൽ വന്നപ്പോൾ മുരളീധരൻ പലപ്പോഴും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പത്മജയ്ക്ക് മാത്രമാണ് ഉള്ളിലൊരു വികാരം, കരുണാകരൻ എന്നുള്ള വികാരം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ കോൺഗ്രസ്സുകാർക്കൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ജിജി തോംസന്റെ നിലപാട് അന്ന് പാമോലിൻ കേസ് ഇറക്കുമതി ചെയ്ത കാര്യങ്ങളിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ഒരു ചീഫ് സെക്രട്ടറി ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്, LDF ഭരിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാരും ഈ രീതി പ്രവർത്തിച്ച് കണ്ടിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഇവർക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല, ഇവർ നേരെ കേന്ദ്ര സർവീസിലേക്ക് പോകും. ഇവിടെ എന്താണ്, ഉദ്യോഗസ്ഥന്മാർ തോന്നിയ പറഞ്ഞ് നടക്കാണ്. കാരണം ഇവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ ഉദ്യോഗസ്ഥന്മാരെ പേടിക്കുന്നതുകൊണ്ടാണ് ചെറുവില നടക്കാത്തത്. അതാണ് പ്രശ്നം. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരുമ്പോഴും ഇത്തരം നടപടികൾ വളരെ ശക്തമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണമെന്ന് പത്മജ വേണുഗോപാൽ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ഫക്രുദ്ദീൻ അലിയും ചോദിക്കുന്നു. കോൺഗ്രസുകാരുടെ വികാരം മുറിപ്പെടുത്തുന്ന തരത്തിൽ പത്മജ വേണുഗോപാലിന്റെ വാക്കുകളാണ്. ഒരു ചീഫ് സെക്രട്ടറി എന്തുകൊണ്ട് പാമോലിൻ കേസിനെയും കരുണാകരന്റെ മന്ത്രിസഭയെയും നിലവിൽ വലിച്ചിഴച്ചിരിക്കുന്നു? വളരെ നന്ദി ശ്രീ P. രാജൻ, D. സുഗതൻ, ഫക്രുദ്ദീൻ അലി, പത്മജ വേണുഗോപാൽ പ്രതികരിച്ചതിന്.